മുട്ട എന്ന് പറയുന്നത് ബാക്കി എല്ലാ പ്രായക്കാർക്കും എല്ലാ ആളുകൾക്കും അതായത് അസുഖങ്ങൾ നോക്കിയിട്ട് ഈ പറഞ്ഞ കണ്ടീഷനൊന്നും ഇല്ലാത്ത എല്ലാവർക്കും തന്നെ ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ ഡി ഉണ്ട്, B12 ഉണ്ട്, അതുപോലെ തന്നെ ബയോട്ടിൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ മുടിക്കൊക്കെ അത്യാവശ്യമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മുട്ട ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഒരുപാട് മുട്ട കഴിക്കുന്നത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പലർക്കും ഈ മുട്ടാന്ന് കേൾക്കുന്ന സമയത്ത് പേടിയുള്ള ആളുകളും ഉണ്ട്. അതായത് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും, അല്ലെങ്കിൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൃദ്രോഗം വരാം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചോറ് കഴിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കിട്ടും. മുട്ട എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രധാന ഫുഡ് ഐറ്റമാണ് മുട്ട അഥവാ എഗ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും ഈ മുട്ട എന്ന് കേൾക്കുന്ന സമയത്ത് പേടിയുള്ള ആളുകളും ഉണ്ട്. അതായത് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും, അല്ലെങ്കിൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൃദ്രോഗം വരാം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലരും തന്നെ ഈ മുട്ടയുടെ ഗുണങ്ങൾ അറിയാതെ, അതായത് അവർക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗുണങ്ങൾ അറിയില്ല, അതുകൊണ്ട് അവരത് കഴിക്കുന്നില്ല, ഇങ്ങനെ മിസ്റ്റേക്സ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം മുട്ട കഴിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്കൊരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം, മുട്ട ഏത് രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മുട്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതായത് നമ്മളിപ്പം ചോറ് കഴിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് മുട്ടയ്ക്കുള്ളത്. അപ്പോൾ മുട്ട എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ്. ഇതിൽ നിന്ന് കൂടുതൽ കിട്ടുന്നത് നമുക്ക് എന്താണ്, പ്രോട്ടീനാണ്. അതിപ്പോൾ മുട്ടയുടെ ഉള്ളിലുള്ള ആ ഒരു യെല്ലോ പോർഷനിൽ നിന്നായാലും പുറത്തുള്ള ആ ഒരു വൈറ്റ് പോർഷനിൽ നിന്നായാലും നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് എന്താണ്, പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ മസിൽ ബിൽഡപ്പിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ് എന്ത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ ബലത്തിനാണെങ്കിലും പല്ലുകളുടെ ബലത്തിനാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് പ്രോട്ടീൻ നിർബന്ധമാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ട തന്നെയാണ്. പക്ഷേ നമുക്ക് മുട്ട ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഒരുപാട് മുട്ട കഴിക്കുന്നത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് മുട്ട കഴിക്കണം, അത് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമായിരിക്കണം കഴിക്കേണ്ടത്. അപ്പം നമ്മൾ മുട്ട എടുത്ത് നോക്കുന്ന സമയത്ത് മുട്ടയുടെ അകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ ഡി ഉണ്ട്, B12 ഉണ്ട്, അതുപോലെ തന്നെ ബയോട്ടിൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ മുടിക്കൊക്കെ അത്യാവശ്യമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മുട്ടയിലാണ്. അതുകൊണ്ട് നമുക്ക് മുട്ട കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാൽഷ്യം പോലുള്ള മിനറൽസ് കൂടുതലായിട്ടുള്ളത് മുട്ടയിലാണ്. അപ്പോൾ കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ തന്നെ സെലീനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്, പിന്നെ ഒരുപാട് മിനറൽസും നമ്മുടെ മുട്ടേൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയാണ് മുട്ട കഴിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുട്ട കഴിക്കേണ്ടത് എല്ലാ ദിവസവും നമുക്ക് ഒരു മുട്ട എല്ലാവർക്കും കഴിക്കാം. പക്ഷേ ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 മുട്ട മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഇപ്പോൾ കൊളസ്ട്രോൾ തന്നെ കൂടുതലും മുട്ട കഴിക്കുന്നതിലൂടെ HDL കൊളസ്ട്രോൾ കൂടുന്നുണ്ട്. പക്ഷേ കൊളസ്ട്രോൾ ഹൈ ലെവലിലൊക്കെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഉള്ളിലുള്ളൊരു യെല്ലോ പോർഷൻ കുറച്ച് അവരുടെ കൊളസ്ട്രോൾ ലെവൽ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വൈറ്റ് പോർഷൻ മാത്രമായിട്ട് എടുത്താൽ മതി. ഈ കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ടുള്ള വ്യക്തികൾ, LDL കൂടുതൽ, ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വൈറ്റ് പോർഷനാണ് കുറച്ചും കൂടി അവർക്ക് പറ്റുന്നത്. പക്ഷേ ആഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1-2 മുട്ട നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മുട്ട നമുക്ക് എടുക്കാൻ പറ്റും, കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾ. പക്ഷേ അത് കുറവാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കാം. ഒരുപാട് കൂടുതലൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അറ്റാക്ക് വന്നിട്ട് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ മുട്ട കഴിക്കേണ്ട എന്ന് അവരൊരിക്കലും പറയില്ല. മുട്ടയുടെ വൈറ്റ് പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യെല്ലോ പോർഷൻ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വൈറ്റ് പോർഷൻ അവർക്ക് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലി എടുക്കുകയാണെങ്കിൽ 1-2 മുട്ട അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എഗ്ഗ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മുട്ടേൻ്റെ അകത്തുള്ള
പ്രോട്ടീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊഴുപ്പുകളായിക്കോട്ടെ, ഇത് HDL കൊളസ്ട്രോൾ കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു മുട്ട എന്നുള്ള രീതിയിലായിരിക്കണം കഴിക്കേണ്ടത്. പിന്നെ മുട്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്രോട്ടീനാണ്. അപ്പോൾ കുറച്ച് ഫൈബേഴ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം മുട്ടേൻ്റെ അകത്ത് ഒട്ടും തന്നെ നാരുകളില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം ഫൈബേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. ചില ആളുകൾക്കുണ്ട് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ അഥവാ ഈ ഒരു വയറ്റിൽ നിന്ന് പോവാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അത്തരം വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചധികം നാരുകൾ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു മലശോധനയൊക്കെ അവർക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ മുട്ട കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ മുട്ട നമ്മളെല്ലാവർക്കും ഇഷ്ടം ഒന്നെങ്കിൽ പൊരിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വയറിന് ഗ്യാസിൻ്റെ പ്രശ്നം വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വയറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് പോവാതെ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മുട്ട നമുക്ക് കുറച്ച് ഉള്ളി മിക്സ് ചെയ്തിട്ട് ഒരു പൊരിച്ച രൂപത്തിൽ കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. നമ്മൾ കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ നമുക്ക് സവാള, അതിൻ്റെ കൂടെ ടൊമാറ്റോ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ട് മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി രൂപമാണ്. പിന്നെ എല്ലാവർക്കും മുട്ട കഴിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇപ്പോൾ പ്രമേഹമുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുള്ള ആളുകളായിക്കോട്ടെ, അവർക്കൊക്കെ മുട്ട കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വെയിറ്റ് കൂടുതലുള്ള വ്യക്തികളൊക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് അരിയാഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരിയാഹാരത്തിൻ്റെ അളവ് കുറച്ചിട്ട് നിങ്ങൾ മുട്ട ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹെൽത്തി രൂപമാണ്. അതായത് ഇപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് ഒരു ഇഡ്ഡലി എടുക്കുക, പ്ലസ് അതിൻ്റെ കൂടെ 2 മുട്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള രൂപമാണ്. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ കലോറി എത്തും. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് മുട്ട എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യെല്ലോ പോർഷൻ ഉണ്ട്. ഈ യെല്ലോ പോർഷൻ്റെ അകത്ത് നിന്ന് കുറച്ചധികം കൂടുതലായിട്ട് കലോറി ബോഡിയിൽ കിട്ടുന്നുണ്ട്. ഒരു എഗ്ഗ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 55 കലോറിയെങ്കിലും നമ്മൾ ബോഡിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു വൈറ്റ് പോർഷൻ ആണെങ്കിൽ ഒരു 17 ആ രൂപത്തിൽ മാത്രമേ കലോറി കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് ഫാറ്റ് നോക്കുകയാണെങ്കിൽ യെല്ലോ പോർഷനിലായിരിക്കും എപ്പോഴും ഫാറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത്. കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ ചെറിയ മില്ലിഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ പോർഷൻ്റെ അകത്ത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് പോർഷൻ എടുക്കുകയാണെങ്കിൽ അത് കുറവായിരിക്കും. കമ്പയർ ചെയ്യുന്ന സമയത്ത് വൈറ്റ് പോർഷനകത്ത് ഈ ഒരു കൊളസ്ട്രോളിൻ്റെ അളവ് താരതമ്യേന കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ കുറവ് വൈറ്റ് പോർഷനിലായിരിക്കും, കൂടുതലായിട്ട് നിൽക്കുന്നത് യെല്ലോ പോർഷനിലായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ മുട്ട കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ മുട്ട കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ ജസ്റ്റ് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, കുറച്ചധികം നാരുകളുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അത് നമുക്ക് വയറിന് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് വയർ ഉറയ്ക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെയിറ്റ് ലോസിനാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ മുട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പച്ചക്കറികൾ മിക്സ് ചെയ്തിട്ട് ഒരു സ്പാനിഷ് ഓംലെറ്റ് രൂപത്തിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും, വയർ നിറയും. നിങ്ങൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് വിശക്കില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് ബാക്കി എല്ലാ പ്രായക്കാർക്കും, എല്ലാ ആളുകൾക്കും, അതായത് അസുഖങ്ങൾ നോക്കിയിട്ട് ഈ പറഞ്ഞ കണ്ടീഷനൊന്നും ഇല്ലാത്ത എല്ലാവർക്കും തന്നെ ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻസ് കൂടുതലാണ്. ഇപ്പോൾ പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ വൈറ്റ് പോർഷനിലാണ് പ്രോട്ടീൻ കൂടുതൽ, യെല്ലോ പോർഷനകത്ത് പ്രോട്ടീൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ മുട്ടയുടെ വൈറ്റ് ഭാഗം മാത്രം അവർക്ക് യൂസ് ചെയ്യാം. ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം, അവർക്ക് നല്ല രീതിയിൽ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് അവർ ഒരുപാട് മുട്ട കഴിക്കും. പക്ഷെ അത് അവരുടെ ബോഡിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള ഫുഡുകളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എക്സസൈസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ മസിൽ ഒക്കെ ആ ഒരു ബിൽഡപ്പിന് എന്ത് വേണം, പ്രോട്ടീൻ അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത് മുട്ടയാണ്. അതുകൊണ്ട് ഈ ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ ബാക്കിയുള്ള ഫുഡുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഈ മുട്ട കഴിക്കാറുണ്ട്. അതൊരു വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല, അത് അവർക്ക് കഴിക്കേണ്ടതാണ്, അവരുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ബാക്കി അല്ലാതെ ഈ വലിയ വ്യായാമമൊന്നും ഇല്ലാതെ എക്സസൈസൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ മുട്ട കഴിക്കുന്ന സമയത്ത് ഫൈബേഴ്സ് ആഡ് ചെയ്യുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ എക്സസൈസ് ചെയ്യുക എല്ലാ ദിവസവും, നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ഹാഫ് ആൻ അവർ തൊട്ട് 45 മിനിറ്റ്സ് വരെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ബോഡിയിൽ കൂടുതലായിട്ട് വരുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മുട്ട എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഒരു ഫുഡ് ഐറ്റം ഒന്നുമല്ല. നിങ്ങളുടെ കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മുട്ട കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും ഡെയിലി ഒരു മുട്ട കൊടുക്കുക. അവരുടെ പല്ല്, എല്ല് ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് എല്ലാം തന്നെ അത്യാവശ്യമാണ് എഗ്ഗ്. അപ്പോൾ ഡെയിലി ഒരു എഗ്ഗ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുക. അപ്പം ഇതാണ് മുട്ടേനെ കുറിച്ചിട്ട്
നോർമലി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മുട്ട കഴിക്കുന്നതിലുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുള്ള ആളുകളാണ്, ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.